ഓക്കെ, അപ്പോൾ നമ്മൾ LDC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അത് കുറച്ച് ബ്രേക്ക് വന്നു, ഭയങ്കര ചൂടും നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഭയങ്കര ചൂടുണ്ട്. ഓക്കെ, അപ്പോഴും നമുക്കിനി പരീക്ഷയൊക്കെ ആവാറായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പ്രധാനമായിട്ടും പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ LDCക്ക് ചോദിച്ച 4 ചോദ്യങ്ങളും അവരുടെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസ് പോകുന്നത് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കാണാത്തൊരു കണ്ടു പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ നമുക്ക് LDCയുടെ ബാച്ച് പോകുന്നുണ്ട്. നമ്മളിപ്പോഴും നമ്മൾ റിവിഷൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം LDC ജൂലൈ 27 തിരുവനന്തപുരം LDC ആ ഒരു പരീക്ഷ കണക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് ശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും റിവിഷൻ ക്ലാസ്സിലൊക്കെ എക്സ്ട്രാ കിട്ടും. അതിപ്പോൾ കഴിഞ്ഞു പോയ റിവിഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയായി ഈ ഫൈനലായിട്ടുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. മിനർവാരിയ പെൻഡാലി, അവരുടെ തവള, പശ്ചിമഘട്ടം, പഴയ കണ്ട പൈസ. ഓക്കെ, ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ് വളരെ? 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രി. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 1 ഡിഗ്രി. 1 ഡിഗ്രിയാണ്. കഴിഞ്ഞ LDCയുടെ ചോദ്യമാണിത്. 1 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളെ പറയുന്ന പേരെന്താണ്? കണ്ടാണല്ലോ, പറ. പ്രാഥമിക വിവരങ്ങൾ. എന്താണ്? അതായത് ധരാതലീയ ഭൂപടങ്ങളുടെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളുണ്ട്. ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളുണ്ട്. ഈ പൊതുവിവരങ്ങളെ പറയുന്ന പേരാണ് പ്രാഥമിക വിവരങ്ങൾ. എന്താണ്? പ്രാഥമിക വിവരങ്ങൾ. ഈ ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നതെന്നറിയാവോ? നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പർ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. എന്താണ്? ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് കേട്ടോ. അപ്പൊ ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാ? ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് കേട്ടോ. ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മനസ്സിലായ? ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി കേട്ടോ. ഒരു വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായിട്ട് ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. ലോകം മുഴുവൻ ചിത്രീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2222. എത്രയാണ് പിള്ളേരെ? 2222. അപ്പൊ ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2222. പ്രീവിയസ് ചോദ്യം വീണ്ടും ചോദിക്കാം. അപ്പൊ ഈ 2 ചോദ്യവും വീണ്ടും ചോദിക്കാം. അതായത് ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 1 ഡിഗ്രിയാണ്. അതുപോലെ ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2222. പറ. 2222. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഷീറ്റുകൾ. എന്താണ്? ഡിഗ്രി ഷീറ്റുകൾ. അപ്പോൾ ഓരോ മില്യൺ ഷീറ്റിനെയും എത്ര ഭാഗങ്ങളായിട്ട്? 16 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതിനറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഷീറ്റുകൾ. ഓക്കെ, അപ്പോൾ ഓരോ മില്യൺ ഷീറ്റിനെ എത്ര തിരിച്ചിരിക്കുന്നു? 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനറിയപ്പെടുന്ന പേരാണ് ഡിഗ്രി ഷീറ്റുകൾ. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തോത്, അത് 1 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രിയാണ്. ഈ 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തോത് ചോദിക്കുകയാണെങ്കിൽ 1:2,50,000. എത്രയാണ്? 1:2,50,000. എത്രയാണ്? 1:2,50,000. അപ്പൊ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ധരാതലീയ ഭൂപടങ്ങളിൽ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി 1 ഡിഗ്രിയാണ്. ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2222. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന പേര് ഡിഗ്രി ഷീറ്റുകൾ. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തോത് 1:2,50,000. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം നോക്കിയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ഏതാണ്? മറാത്തി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാല കിടക്കുന്നത് എവിടെയാണ്? മാറിലാണ്, അല്ലേ? അതുപോലെ നമ്മൾ വേറെന്തൊരു കോൺസെപ്റ്റ്
നിബന്ധമാല മറാത്തി മാല അടക്കുന്നത് മാറിലാണ് കേട്ടോ, അത് ഓർത്ത് വെച്ച് വേണം. നിബന്ധമാല എന്ന കൃതിയുടെ കർത്താവാരാ? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അതുപോലെ നമുക്ക് കുറച്ച് കൃതികൾ പഠിക്കാണ്ടേ. അതിൽ നമുക്ക് ആദ്യം പ്രേംചന്ദിന്റെ ഹിന്ദി കൃതികൾ നോക്കാം. പ്രേംചന്ദിന്റെ ഹിന്ദി കൃതികൾ 4 ഉണ്ട്. ഏതൊക്കെയാണ്? സേവാസദൻ, ഏതാ? സേവാസദനുണ്ട്. രംഗഭൂമിയുണ്ട്. ഏതാണ്? രംഗഭൂമിയുണ്ട്. പിന്നെ ഗോദാനുണ്ട്. ഏതാണ്? ഗോദാനുണ്ട്. പ്രേമാശ്രമമുണ്ട്. ഏതാണ്? പ്രേമാശ്രമം. ഓക്കെ, അപ്പം ഹിന്ദി കൃതികൾ, പ്രേംചന്ദിന്റെ ഹിന്ദി കൃതികൾ ഏതൊക്കെ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഓക്കെ, അപ്പൊ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അപ്പൊ പ്രേംചന്ദിന്റെ കൃതികൾ പറ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അപ്പൊ ഇതൊക്കെ ഏത് ഭാഷയിലുള്ളതാണ്? ഹിന്ദി. അപ്പൊ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറുടെ മറാത്തി ഭാഷയിലെ കൃതിയാണ് നിബന്ധമാല. ഓക്കെ, അപ്പം പ്രേംചന്ദിന്റെ കൃതികൾ ഏതൊക്കെ? പ്രേമാശ്രമം, സേവാസദൻ, രംഗഭൂമി, ഗോദാൻ. ഓക്കെ, ഇതെല്ലാം എന്ത് കൃതിയാണ്? ഹിന്ദി കൃതികളാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ എഴുതിയ 3 കൃതികളുണ്ട്. ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. ഈ 3 കൃതികൾ എഴുതിയാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അടുത്ത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ 2 കൃതികൾ പഠിക്കാൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗോരയും ഗീതാഞ്ജലിയും. ഓക്കെ, അടുത്ത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയ 4 കൃതി പറയുന്നുണ്ട് അവിടെ പഠിക്കാൻ. കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശബദം. 3 പാട്ട് ഏതൊക്കെ? കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശബദം. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശബദം. അപ്പൊ ഇത്രയും കൃതികൾ പഠിച്ചോണം, ഭാഷയും പഠിച്ചോണം. ഇത് നമുക്ക് ആ ഒരു ടേബിൾ SCNT പറയുന്ന ടേബിളാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യും? ചോദിക്കും. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന സാധനമാണത്. ഓക്കെ, പറ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ നിബന്ധമാല. പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ 4 കൃതികൾ ഏതൊക്കെ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിൽ. മറ്റേ ആ മറാത്തി നിബന്ധമാല, മറാത്തി ആ ഒരു ടേബിളിൽ നിന്ന് അത് മാത്രം ഓർത്ത് വെച്ചിരുന്നതാണ്. നിബന്ധമാല മറാത്തി. ബാക്കി നമുക്ക് പിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പം ആ നിബന്ധമാല മാത്രം മറാത്തി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ആ ടേബിളിലുള്ള ബാക്കി 4 കൃതികൾ ഹിന്ദിയാണെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ, ഏതാണ്? സേവാസദൻ, രംഗഭൂമി, ഗോദാൻ, പ്രേമാശ്രമം. ഓക്കെ, അപ്പോൾ അത് 4 ഹിന്ദിയാണ്. എഴുതിയ ആരാണ്? പ്രേംചന്ദാണ്. ഓക്കെ, ശരി. പ്രേംചന്ദ്, പ്രേമാശ്രമം, സേവാസദൻ, രംഗഭൂമി, ഗോദാൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ പ്രേംചന്ദിന്റെ പ്രേമാശ്രമം നമുക്ക് കണക്ട് ചെയ്യാം. അതിനെ പ്രേംചന്ദ് ഇപ്പം നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ നമ്മൾ സേവ ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ചെയ്യത്തില്ലേടാ? ആയിരിക്കും. അപ്പോൾ നിനക്ക് ഇതൊരു പ്രേമം ഉണ്ടായിട്ടില്ല എന്ന് നീ ഇവിടെ വിളിച്ചോതുകയാണ്. ഇതാരെ പറ്റിക്കണ്ട. ഓക്കെ, അപ്പോൾ പ്രേമിക്കുന്ന പുരുഷനോ സ്ത്രീയോ പരസ്പരം സേവ ചെയ്യത്തില്ലേ? നമുക്ക് പ്രേമം ചെയ്തിട്ട് ആൾക്കാരില്ലേ ഇതിൽ? അറേഞ്ച്ഡ് മാരേജാ? നല്ല കാര്യം. അവിടെ അതില്ല ലവ് മേ നമുക്കതിനെ അറിയാമല്ലോ. ഓക്കെ, അവിടെ രണ്ട് അറേഞ്ച്. ഓക്കെ, 2 അറേഞ്ച്ഡ്. അവൻ അതില്ലേ പറയാ സേവ ചെയ്യത്തില്ലേ? ഓക്കെ, പിന്നെ രംഗത്തിൽ വരുന്നു. പിന്നെ ഗോദ കേട്ടോ. പ്രേമം അങ്ങനെ ഓർത്ത് പ്രേമം ഒരു കാണിച്ചു വെച്ചിട്ടുണ്ട്. പ്രേമാശ്രമം. പ്രേംചന്ദ് പ്രേമാശ്രമം, പിന്നെ സേവാസദൻ, രംഗഭൂമി, ഗോദ. അത് എളുപ്പമുണ്ട് പഠിക്കാൻ. ഓക്കെ, പിന്നെ മലയാളം നമുക്കറിയാമല്ലോ. വള്ളത്തോളിന്റെ കൃതികൾ മലയാളമല്ലേ? ഓക്കെ, അപ്പൊ ഏതൊക്കെയാ? ഇന്ത്യയുടെ കരച്ചില്, ബാപ്പുജി, എന്റെ ഗുരുനാഥൻ. പിന്നെ ടാഗോർ ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ എഴുതുന്നത്. ടാഗോറിൻ്റെത് ഗോരയും ഗീതാഞ്ജലിയും ബംഗാളി ഭാഷയാണ്. പിന്നെ സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹം തമിഴുകാരനാണ് അല്ലേ? തമിഴ്. ഓക്കെ, അപ്പോൾ തമിഴ് ഭാഷയിൽ 4 കൃതികൾ ഏതൊക്കെയാ? കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്, പാഞ്ചാലി ശബദം. അപ്പോൾ ആ രീതിയിൽ ആ കൃതികളൊന്ന് കണക്ട് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആ 2 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത് വളരെ ലളിതമായൊരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ്? മലനാട്. മലനാട് എത്ര മീറ്ററിന് ഉയരമാണ്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമാണ്. അപ്പൊ ആ ഒരു ഉയരങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. 0 മുതൽ 7.5 വരെ ഏതാണ്? 0 മുതൽ 7.5 മീറ്റർ വരെ തീരപ്രദേശമാണ്. 7.5 മുതൽ 75 വരെ
ഇടനാട് 7.5 മുതൽ 75 വരെ ഇടനാട്. 75 പ്ലസ് എന്താ? 75 പ്ലസ് മലനാടാണ്. അപ്പം 0 മുതൽ 7.5 വരെ തീരപ്രദേശവും 7.5 മുതൽ 75 വരെ ഇടനാടും 75 പ്ലസ് എന്താണ്? മലനാടുമാണ്. അത് മറക്കരുത്, അത് ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഭൂപ്രകൃതിയെ 3 തിരിക്കുന്നുണ്ട്. അത് മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പീഠഭൂമി, ഉത്തര മഹാസമതലം, ഉത്തരപർവ്വത മേഖല, അതൊക്കെ ഓപ്ഷനിൽ തന്നിട്ട് താഴെ പറയുന്നതിൽ വ്യത്യസ്തമായത് ഏതെന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലാത്ത ഏതെന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് മൂന്നുമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി. കേരളത്തിൽ പീഠഭൂമി ഉണ്ട്. പീഠഭൂമി ഇല്ലേ? ഏതാണ് പീഠഭൂമി? കേരളത്തിൽ ഒരു പീഠഭൂമിയുണ്ട്, വയനാട് പീഠഭൂമി. നമ്മൾ ഇതിന്റെ ഭാഗമാണത്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. പക്ഷെ കേരളത്തിന്റെ പ്രധാന ഭൂപ്രകൃതി ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഈ കേരളത്തില് കിഴക്കൻ പ്രദേശങ്ങൾ ഏതാണ്? അതാണ് ചോദ്യം. പടിഞ്ഞാറല്ലേ തീരപ്രദേശം വേണ്ടത്? പടിഞ്ഞാറാണ് തീരപ്രദേശം വേണ്ടത്. കിഴക്കൻ പ്രദേശങ്ങൾ എന്താണ്? മലനാടാണ്. കിഴക്കൻ പ്രദേശങ്ങൾ മലനാടാണ്. നമുക്ക് ഈ മലനാടിൽ നിന്ന് ഒരു സ്ഥിരം ചോദിക്കുന്ന ഒരു പോയിന്റാണ്, ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നിടന്നാണ് മലനാടാണ്. ഇനി അടുത്ത് ഈ പറയുന്ന പോയിന്റ് നോർത്തന്നെ കൃഷി. മലനാടിലെ പ്രധാന കൃഷി, നമ്മൾ മലയിലെ കൃഷിന് എന്തൊക്കെയാണ്? നമുക്ക് മലയിൽ ഏലം കൃഷി ചെയ്യാം, പ്രശ്നമില്ലല്ലോ. ഏലം കൃഷി ചെയ്യാം. കുരുമുളക് കൃഷി, തേനെന്താ പറഞ്ഞത്? തേയിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഏലം കൃഷി ചെയ്യാം, കുരുമുളക് കൃഷി ചെയ്യാം. ഏലം കൃഷി ചെയ്യാം, കുരുമുളക് കൃഷി ചെയ്യാം. ഇഞ്ചി കൃഷി ചെയ്യോ? എവിടെ? മലനാട്. ഇങ്ങനെ ഇരിക്കണം, റോബോട്ട് ഇരിക്കണൊക്കെ. ഓക്കെ, അപ്പോൾ ആ 3 പറഞ്ഞാണ്. ഇപ്പം പറയാം 3 കൃഷി എന്ന് പറഞ്ഞാണ്. ഓക്കെ, അതിൻ്റെ കൂടെ മഞ്ഞളും തേയിലയും കാപ്പിയും കൂടെ ഒന്ന് പറഞ്ഞാണ്. ഇനി എല്ലാം ഒന്ന് പറഞ്ഞാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള്, തേയില, കാപ്പി. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? മലനാടിലെ പ്രധാന കൃഷികൾ. അപ്പൊ ഇതൊന്നും ഓർത്ത് വെച്ചോ നമ്മളെ. ഓക്കെ, ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള്, തേയില, കാപ്പി. കാപ്പി ഇവിടെയൊക്കെ ഉണ്ടോ? കാപ്പി ഉണ്ട്. ഇതൊന്ന് മലനാടാണ് മോനെ. ഞാൻ അതാണ് എന്താ അടുത്ത് മലനാടിലെ വിളകൾക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാഴ്ചയുള്ള മണ്ണ്. ഇതൊക്കെ ചോദിക്കും. അപ്പം മലനാടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ പറഞ്ഞേ. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാഴ്ചയുള്ള മണ്ണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? മലനാടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നമ്മൾ മലനാടിനെ കുറിച്ച് പറഞ്ഞു. മലനാടിന് എത്രയാ? എൻ്റെ അളവെന്ന് പറഞ്ഞേ. 75 മീറ്റർ എബോ 75 മീറ്റേഴ്സ്. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് പർവ്വതമായി കണക്കാക്കുന്നത്? 300 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് പർവ്വതമായി കണക്കാക്കുന്നത്. 300 മീറ്റർ. ഓക്കെ, ശരി. ഇനി എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദിയായി കണക്കാക്കുന്നത്? 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് എന്തെന്ന് പറയുന്നത്? നദികളാണെന്ന് പറയുന്നത് കേട്ടോ. പുഴയും നദിയും രണ്ടും ഒരേ പര്യായം സെയിം ആണെങ്കിലും പക്ഷെ രണ്ടും അർത്ഥം വരുമ്പോൾ രണ്ടാണ്. അതായത് 15 മീറ്റർ താഴോട്ടുള്ളതിനെ പുഴയെന്നും 15 മീറ്ററിൽ കൂടുതലുള്ളതിനെ നദിയെന്നാണ് പറയുന്നത്. എത്ര കിലോമീറ്ററിൽ കൂടുതൽ? 15 മീറ്റർ അല്ല, 15 കിലോമീറ്റർ. എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളെയാണ് മഹാനദി എന്ന് പറയുന്നത്? 200 150 1500 കിലോമീറ്റർ കൂടുതലുള്ളത് കേട്ടോ. 1500 കിലോമീറ്റർ കൂടുതലുള്ളത് വേറെയുണ്ട്. ഈ 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളെയാണ് 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളെ മീഡിയം നദികളെന്നാണ് പറയുന്നത്. മീഡിയം. കേരളത്തിൽ 4 മീഡിയം നദികളുണ്ട്. ഏതൊക്കെയാണ് 150 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ കേരളത്തിൽ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്ററാണ് പെരിയാറിന്റെ നീളം. ഓക്കെ, ഭാരതപ്പുഴ 209, പമ്പ 176, ചാലിയാർ 169, പെരിയാർ 244, ഭാരതപ്പുഴ 209, പമ്പ 6. ഓക്കെ, ചാലിയാർ
169. ഓക്കെ, അപ്പോൾ ഇതാണ് കേരളത്തിലെ മൈനർ അല്ല മീഡിയം നദികൾ. 150 താഴോട്ടുള്ളതെല്ലാം എന്താണ്? മൈനർ നദികളാണ്. കേരളത്തിൽ 40 മൈനർ നദികളും 4 മീഡിയം നദികളും ഉണ്ട്. നമ്മളത് NCERT പറയുന്നൊരു പോയിന്റാണ് കേട്ടോ. 40 മൈനറും 4 മീഡിയവും. 40 മൈനറും 4 മീഡിയവും, അത് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പോഴും നമ്മളിവിടെ പറഞ്ഞു കേരളത്തിലെ കിഴക്കൻ പ്രദേശങ്ങൾ ഏതാണ്? മലനാടാണെന്ന് പറഞ്ഞു. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന പ്രദേശമേ എന്ന് പറഞ്ഞു, മലനാടാണെന്ന് പറഞ്ഞു. മലനാടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിഭവങ്ങൾ തേയില, കാപ്പി, മഞ്ഞള്, ഏലം, കുരുമുളക്, ഇഞ്ചി. ഏലം, കുരുമുളക്, ഇഞ്ചി. ഓക്കെ, വിളകൾക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ: ധാരാളമായി ലഭിക്കുന്ന മഴ, താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ, നീർവാഴ്ചയുള്ള മണ്ണ്. ഓക്കെ, അടുത്ത് ഇടനാട്. ഇടനാട് എത്ര അളവ്? 7.5-നും 75 മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളെയാണ് ഇടനാടെന്ന് പറയുന്നത്. ഇടനാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. വനമേഖല കൂടുതലുള്ളത് മലനാടിലാണ്. വനമേഖല കൂടുതൽ മലനാടില്. വിളവൈവിധ്യമുള്ളത് എവിടെയാണ്? വിളവൈവിധ്യം വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. ഇടനാടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് അല്ലേ? അതായത് നമ്മളെ നെല്ല്, ഗോതമ്പ് കൃഷിയുണ്ടല്ലേ കേരളത്തില്? ഗോതമ്പ് കൃഷി ചെയ്യാറുണ്ടോ കേരളത്തില്? നീ ഇപ്പോഴെവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്നില്ല? എവിടെയും കണ്ടായിരുന്നോ ഗോതമ്പ് കൃഷി? ഇല്ല. ഓക്കെ, പ്രധാനമായും നെല്ല് കൃഷി ചെയ്യാറുണ്ട് അല്ലേ? നെല്ല് കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യാറുണ്ട്. എന്താണ് പച്ചക്കറികൾ? കിഴങ്ങ് വർഗ്ഗങ്ങള്, റബ്ബർ, ഏത്തവാഴ. ധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, റബ്ബർ, ഏത്തവാഴ. ഓക്കെ, നമ്മൾ ഈ കളിയൊക്കെ ഇപ്പം പറയാറുണ്ട് ആൾക്കാരൊക്കെ വാഴയെന്ന്. പക്ഷെ വാഴ നല്ലതാണ്ടാ. വാഴ എന്തൊക്കെ ഉള്ളത് പറഞ്ഞില്ല. വാഴയുടെ ഇല നമ്മൾ സദ്യ ഉണ്ണാനും സാധനങ്ങൾ പൊതിയാനൊക്കെ നമ്മൾ വാഴയില ഉപയോഗിക്കും. പിന്നെ വാഴയുടെ തണ്ട് എന്ത് ഉപയോഗിക്കും? തണ്ട് തോരൻ വെക്കൂലേ? വാഴ നമ്മള് തണ്ടെന്ന് വെച്ചാൽ ഇലയുടെ തണ്ട് വേണ്ടത്, അത് തോരൻ വെക്കൂലേ? അവിടെ കട്ടരി. ഈ വാഴയെ തണ്ട് വെച്ച് നമ്മൾ പണ്ടൊരു സാധനം ഉണ്ടാക്കും. മറ്റേ അതിനെ കീറി ടപ്പ അടിക്കുന്ന സാധനം ഉണ്ടാക്കും, കളിപ്പാട്ടം. പിന്നെ വാഴയുടെ കൂമ്പ് നമ്മൾ തോരൻ വയ്ക്കും. പിന്നെ മറ്റേ വാഴയുടെ വെള്ള സാധനം വാഴപ്പിണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തോരൻ വയ്ക്കാറുണ്ട്. പിന്നെ വാഴയുടെ മറ്റേ കൂമ്പിൽ തന്നെ തേൻ കിട്ടും. പിന്നെ വാഴക്കൊല. പിന്നെ വാഴയുടെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, അത് ഈ അടിയിരിക്കുന്ന സാധനത്തിന് വാഴ മാണ്ട, അതിനാണ് വാഴ പുതിയ കന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ വാഴ മോശമായൊരു സാധനം അല്ല. ഓക്കെ, ശരി. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, റബ്ബർ, ഏത്തവാഴ, ഇതൊക്കെ എവിടെ കൃഷി ചെയ്യുന്നത്? ഇടനാടിൽ. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. റബ്ബർ, ഏത്തവാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ പച്ചക്കറികൾ, ഭക്ഷ്യധാന്യങ്ങൾ, ഇതെല്ലാം കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. ഇടനാടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ: ധാരാളമായി ലഭിക്കുന്ന മഴ ഇവിടെയും വേണം, അവിടെയും ഇവിടെയും ധാരാളമായി ലഭിക്കുന്ന മഴ വേണം. പിന്നെ കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്. എന്താണ് കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്? പിന്നെ നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇടനാട്ടിലെ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ. എന്തൊക്കെ പറഞ്ഞു? ധാരാളമായി ലഭിക്കുന്ന മഴ, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഇടനാട്ടിലെ വിളവൈവിധ്യം. ഓക്കെ, മലനാട്ടിലെ വിളവൈവിധ്യത്തിന് ധാരാളമായി ലഭിക്കുന്ന മഴ 30 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള താപനില, നീർവാഴ്ചയുള്ള മണ്ണ്. ഇടനാടാകുമ്പോൾ മഴ വേണം, കുന്നിൻ ചെരുവിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണുമാണ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത തീരപ്രദേശം. ഓക്കെ, തീരപ്രദേശം. തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. നമ്മൾ പറഞ്ഞു 0 to 7.5 വരെയാണ് തീരപ്രദേശം. തീരപ്രദേശത്തിലെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ്? നെല്ലും തെങ്ങുമാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ വിളകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. മലനാട് എന്ന് പറഞ്ഞേ: ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞള്, കാപ്പി, തേയില. ഓക്കെ, നമ്മള് ഈ ഇടനാടെന്ന് പറഞ്ഞേ: പച്ചക്കറികൾ, ഭക്ഷ്യധാന്യങ്ങള്, കിഴങ്ങ് വിളകള്, റബ്ബർ, ഏത്തവാഴ. ഓക്കെ, തീരപ്രദേശം ആകുമ്പോൾ തെങ്ങും നെല്ലും. ഓക്കെ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം:
ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. നമ്മളതിനെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ടല്ലോ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രാ പറയുന്ന സമയത്ത് ഫ്രാൻസും റഷ്യയും വരുന്നുണ്ട്, ഇണ്ട് പറയുന്ന സമയത്ത് ഇംഗ്ലണ്ട്. ഓക്കെ, ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഫ്രണ്ട് കേട്ടോ. ത്രികക്ഷി സൗഹാർദ്ദം എന്ന് വെച്ചാൽ സൗഹൃദം എന്ന് വെച്ചാൽ സുഹൃത്ത്, ഫ്രണ്ട്സ്, ഫ്രണ്ട് എന്ന് ഓർത്താൽ മതി. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രണ്ട്. ഓക്കെ, ഇനി ത്രികക്ഷി സൗഹാർദ്ദവും പഠിക്കാൻ എളുപ്പമാണ്. ഏതൊക്കെയാണ്? ജർമ്മനി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ത്രികക്ഷി സഖ്യവും പഠിക്കാൻ എളുപ്പമാണ്. സഖ്യം നമ്മൾ സൗഹാർദ്ദം എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഏതാണ് കുട്ടികളെ? ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. അടുത്ത ത്രികക്ഷി സഖ്യം പഠിക്കാനായിട്ട് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ഓക്കെ, മനസ്സിലായോ? മറ്റേതൊക്കെയായിരുന്നു? ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. അപ്പോൾ ഫ്രണ്ട് എന്ന് ഓർക്കാം. ഇവിടെ മറ്റേ 3 എണ്ണം: ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി കേട്ടോ. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി കേട്ടോ. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. കിട്ടുന്നില്ല, പ്രാസം കിട്ടില്ല. ജർമ്മനി ഒരു ഈ വരുന്നു, വീണ്ടും ഇറ്റലി, വീണ്ടും ഒരു ഈ വരുന്നു, ഓസ്ട്രിയ, ഹംഗറി. ഓർത്ത് വയ്ക്കുക. മറ്റേത് ഫ്രണ്ട് എന്ന് ഓർക്കുക. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സഖ്യം. ഓക്കെ, എന്തൊരുടാ ഒന്ന് പോസ് ചെയ്ത എടാ. അപ്പോൾ നമുക്ക് ഈ 1-ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. 1-ാം ലോക മഹായുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് കേട്ടോ. 1-ാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ചത്. മനസ്സിലായ? അപ്പോൾ എവിടത്തെ കിരീടാവകാശിയായിരുന്ന ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ മരണം. എവിടത്തെ കിരീടാവകാശി? ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ മരണമാണ് അദ്ദേഹത്തെ വധിച്ചതാണ് പെട്ടെന്നുള്ള കാരണം. ഓക്കെ, അത് വധിച്ച വ്യക്തി ആരെന്ന് ഇട്ട് കഴിഞ്ഞാൽ ആരാണ്? സെർബിയൻ യുവാവായിരുന്ന ഗ്രാവിലോ പ്രിൻസപ്പ്. ഗ്രാവിലോ പ്രിൻസപ്പ്. ആരാണ്? ഗ്രാവിലോ പ്രിൻസപ്പ്. അപ്പൊ മരിച്ച ആളുടെ പേരെന്ന് പറഞ്ഞേ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. കൊന്ന ആ സെർബിയൻ യുവാവിന്റെ പേരെന്താണ്? ഗ്രാവിലോ പ്രിൻസപ്പ്. ഓക്കെ, അടുത്ത് 1-ാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാന സൈനിക ചേരികളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. ത്രികക്ഷി സഖ്യം നിങ്ങൾക്ക് അറിയാം: ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും അറിയാം. ഏതൊക്കെയാണ്? ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഫ്രണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അത് നമുക്ക് അറിയാം. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ഇതിലൊരു രാജ്യം പിൻവാങ്ങി. ഏതാണത്? റഷ്യയാണ് ആദ്യം പിൻവാങ്ങി കേട്ടോ. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യമാണ് ഏത്? അതിന് 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം ഏതാണ് പിള്ളേരെ? സൗഹാർദ്ദത്തിലെ രാജ്യം ഏതാണ് കുട്ടികളെ? റഷ്യ. അത് കാണാൻ നമ്മൾ പഠിച്ചു. എന്താ? റഷ്യ വിപ്ലവം നടക്കുന്ന സമയം എപ്പോഴാണ്? നമ്മൾ 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ. 14 മുതൽ 18 വരെയാണ് 1-ാം ലോക മഹായുദ്ധം. അപ്പൊ ഈ റഷ്യ വിപ്ലവം നടക്കുന്നത് എപ്പോഴാണ്? 1917. അപ്പൊ റഷ്യൻ വിപ്ലവം കാരണം എന്ത് സംഭവിച്ചു? റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. റഷ്യ ഏത് സഖ്യത്തിലായിരുന്നു? അതായത് ഏതിലായിരുന്നു? ത്രികക്ഷി സൗഹാർദ്ദത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത 1-ാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ഏതാ? ആദ്യം അറ്റാക്ക് ചെയ്ത രാജ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആസ്ട്രിയ. അതാണ് ആസ്ട്രിയ. ആദ്യം ആക്രമിച്ച രാജ്യം എന്ന പിള്ളേരെ ആസ്ട്രിയ. ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യം ഏതാ? ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യം സെർബിയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ട രാജ്യം ഏതാണ്? അല്ല, അത് ബൾഗേറിയ. ഏതാണ്? ബൾഗേറിയ. മനസ്സിലായ? ആദ്യം ആക്രമിച്ചതാരാ? ആസ്ട്രിയ. ആദ്യം ആക്രമിക്കപ്പെട്ടതാരാ? സെർബിയ. ആദ്യം പരാജയപ്പെട്ടതാരാ? ആദ്യം പരാജയപ്പെട്ടത് ബൾഗേറിയ. ഓക്കെ, 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ഏതാ? ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇരുപക്ഷത്തും പങ്കെടുത്ത രാജ്യം ഏതാ? 2 പക്ഷത്തും പങ്കെടുത്ത രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഏതാണ്? ഇറ്റലി. ഓക്കെ, അപ്പൊ നമുക്ക് 1-ാം ലോക മഹായുദ്ധത്തിനെ കുറിച്ച് 1-2 പോയിന്റ്സ് നമുക്കൊന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. കാലഘട്ടം 14-18. അടുത്ത 14 മുതൽ 18 വരെയാണ്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ സെർബിയൻ യുവാവായ ഗ്രാവിലോ പ്രിൻസപ്പ് വധിച്ചു. ഓക്കെ, വെടിവെച്ച് കൊന്നു. ഓക്കെ, ഇങ്ങനെ കാണിച്ചു വെച്ചാൽ വെട്ടിയതല്ല,
വധിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വെടിവെച്ചു വന്നു. ഇതിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ 2 സൈനിക ചേരികളുണ്ടായിരുന്നു. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. ത്രികക്ഷി സഖ്യം ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദം ഫ്രണ്ട്സ് ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഓക്കെ, ഇതില് ഈ സൗഹാർദ്ദത്തിൽ ഒരു രാജ്യം പിൻവാങ്ങി ഏതാണ്? റഷ്യ. നമ്മൾ റഷ്യ വിപ്ലവം 17 ആ റഷ്യ വിപ്ലവം കാരണം റഷ്യ എന്ത് ചെയ്തു? പിൻവാങ്ങി. ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യം, ആദ്യം ആക്രമിക്കപ്പെട്ടത് സെർബിയയും ആക്രമിച്ചത് ആസ്ട്രിയൻ കിരീടാവകാശിയല്ലേ തട്ടിയത്. അപ്പൊ അവരല്ലേ ആക്രമിക്കേണ്ടത്, മനസ്സിലായ? അവരാണ് ആക്രമിച്ചത്. ആസ്ട്രിയൻ കിരീടാവകാശിയല്ലേ കൊന്നത്. അപ്പൊ അവരാണ് എന്ത് ചെയ്തത്? ആക്രമിച്ചത്. ഇനി ആക്രമിക്കപ്പെട്ടത് സെർബിയ, എന്നാൽ പരാജയപ്പെട്ടത് ബൾഗേറിയ. മനസ്സിലായ? ഓക്കെ. ഒന്നാം ലോകമായത് ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം ജർമ്മനി. 2 ചേരിയിലും ഇവിടുന്ന് കാലുവാരി അവിടെ പോയി മത്സരിച്ചല്ല, അവിടെ പോയി മത്സരിക്കുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അവിടെ പോയി യുദ്ധം ചെയ്ത ടീമാണ് ആര്? ഇറ്റലി. ഓക്കെ, ശരി. അപ്പൊ അത്രയും നമ്മളിന്ന് പഠിച്ചു. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ധരാതലീയ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലം പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു. പിന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 4 കഴിഞ്ഞ LDCയിലെ ചോദ്യങ്ങൾ എടുത്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. നമുക്ക് നാളെയും ബാക്കി ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ബൈ, ടാറ്റ, പൊക്കോ.